ഒരിക്കൽ ഒരു ചൈനീസ് സഞ്ചാരി ചാണക്യനെ കാണാൻ എത്തി. ആ സമയത്ത് അദ്ദേഹം എന്തോ കാര്യമായി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അല്പം കാത്തിരിക്കാൻ പറഞ്ഞതിന് ശേഷം അദ്ദേഹം താൻ ചെയ്തുകൊണ്ടിരുന്ന പണി പൂർത്തിയാക്കി. ഉപയോഗിച്ചുകൊണ്ടിരുന്ന എണ്ണ ഒഴിച്ച വിളക്ക് അണച്ച ശേഷം മറ്റൊരു വിളക്ക് കത്തിച്ച് സഞ്ചാരിയോട് കുശലാന്വേഷണം തുടങ്ങി. അപ്പോൾ സഞ്ചാരി ചോദിച്ചു, ഈ വിളക്കുകൾ എന്തിനാണ് അങ്ങ് മാറ്റിയത്? അതിഥികളെ സ്വീകരിക്കുമ്പോൾ ഇന്ത്യയിലെ ചടങ്ങാണോ ഇത് എന്ന് അദ്ദേഹം ചോദിച്ചു. ചാണക്യൻ പറഞ്ഞു, സുഹൃത്തെ, താങ്കൾ വന്ന സമയത്ത് ഞാൻ രാജ്യകാര്യ സംബന്ധമായ ഒരു പ്രവൃത്തി ചെയ്യുകയായിരുന്നു. അപ്പോൾ ഉപയോഗിച്ചിരുന്ന വിളക്കിൽ പകർന്ന എണ്ണ രാജ്യത്തിൻ്റെ വകയാണ്. ഇപ്പോൾ ചെയ്യുന്നത് തികച്ചും വ്യക്തിപരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം പണം വിനിയോഗിച്ച് വാങ്ങിയ എണ്ണ ഒഴിച്ച കത്തിക്കുന്ന വിളക്ക് ഇപ്പോൾ ഉപയോഗിക്കുകയാണ്. അല്ലാതെ ഇത് നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ചടങ്ങല്ല. ചാണക്യൻ എന്ന രാഷ്ട്രതന്ത്രജ്ഞൻ്റെയും ചിന്തകൻ്റെയും രാജ്യത്തോടുള്ള ഉത്തരവാദിത്തമാണ് കഥയിൽ പ്രകടമാകുന്നത്. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്, അല്ലേ? അത് എത്രത്തോളം ഉത്തരവാദിത്തത്തോടും കൃത്യമായും ചെയ്യുന്നു എന്നതല്ലേ വിലയിരുത്തപ്പെടേണ്ടത്. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ ശ്രദ്ധേയമായ ഒരു വാചകമുണ്ട്: ഉത്തരവാദിത്തമുള്ളവരായിരിക്കുക എന്നത് ഒരു വലിയ പദവിയാണ്. അതാണ് ഒരു മനുഷ്യനെ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഉത്തരവാദിത്തമുള്ളവരായിരിക്കാം. ആദ്യം നമ്മളോട് തന്നെ, തുടർന്ന് കുടുംബത്തോട്, അതിലൂടെ സമൂഹത്തോട്, അതുവഴി നമ്മുടെ രാജ്യത്തോട്, അങ്ങനെ ലോകത്തോട് തന്നെ ഉത്തരവാദിത്വമുള്ളവരായിരിക്കാം. സഹജീവികളോടുള്ള സ്നേഹമാണ് നമ്മളെ മനുഷ്യത്വമുള്ളവരാക്കുന്നത്, ഉത്തരവാദിത്വമുള്ളവരാക്കുന്നത്.